വടക്കാഞ്ചേരി നഗരസഭയിൽ 2020 ഡിസംബർ മാസം 20-ാം തീയതി അധികാരത്തിൽ വന്ന ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി ഇന്ന് 2025 ഡിസംബർ മാസം 20-ാം തീയതി തീരുകയാണ്. നാളെ 21-ാം തീയതി പുതിയ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ വെച്ച് നടക്കുകയാണ്. ഞങ്ങൾ കാലാവധി കഴിഞ്ഞ് ഒഴിയുമ്പോൾ വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഭരണം ഒഴിയുന്നത്. കഴിഞ്ഞ 5 വർഷവും അതിനു മുമ്പുള്ള 5 വർഷവും തുടർന്നുള്ള 5 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇനിയും ഭരിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയുടെ ചെയർമാൻ എന്ന രീതിയിൽ നഗരസഭയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് ഞങ്ങളുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭ രൂപീകൃതമായതിനു ശേഷം 10 വർഷക്കാലമായി ഇവിടെ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അപ്പോൾ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഭാഗമായി വലിയ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയാവുന്നത് പുതിയൊരു സംസ്കാരം വടക്കാഞ്ചേരി നഗരസഭയിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അത് പ്രകൃതിയെ സംരക്ഷിക്കുന്ന, മനുഷ്യരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു സംസ്കാരമായി മാറ്റാൻ വടക്കാഞ്ചേരി നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്ത് വൃത്തിയുള്ള ഒരു നാടാക്കി മാറ്റാൻ, വൃത്തിയുള്ള ഒരു നഗരമാക്കി മാറ്റാൻ, വൃത്തിയുള്ള ഒരു ഗ്രാമപ്രദേശമാക്കി മാറ്റാൻ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വയ്ക്കാനും പ്രൊജക്റ്റുകൾ വയ്ക്കാനും അത് നടപ്പിലാക്കാനും എല്ലാ വിഭാഗം ആളുകളുടെ സഹായത്തോടുകൂടി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയാണ്. മാലിന്യയാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക്, പരിസരവാസികൾക്ക് ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെ മാറ്റി ആ പരിസരത്തുള്ള ജനങ്ങളുടെ ജീവനിലവാരം മെച്ചപ്പെടുത്താൻ, ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയാണ്. ഇപ്പോൾ അവിടെ ബയോ മൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 30 വർഷക്കാലം പഴക്കമുള്ള മാലിന്യങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി നല്ല മണ്ണും നല്ല ജലവും കൊടുക്കാൻ കഴിയാവുന്നതിനുള്ള സാധ്യതയിലേക്ക് അവിടെ മാറ്റുകയാണ്. 9 കോടി രൂപയാണ് അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. വടക്കാഞ്ചേരി നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ MCFകൾ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യം ശേഖരിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് മിനി MCF. ആ കേന്ദ്രങ്ങളിലേക്ക് മാലിന്യം കൊണ്ടുവന്ന് വെച്ച് അതിനുശേഷം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സംവിധാനം, അത് കേരളത്തിനകത്ത് ആദ്യമായി എല്ലാ നഗരസഭകളിലും വരുത്തുന്നത് വടക്കാഞ്ചേരിയിലാണ്. അപ്പം അങ്ങനെ ഹരിതകർമ്മസേനയുടെ സഹായത്തോടു കൂടി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ സഹായത്തോടു കൂടി, നാട്ടുകാരുടെ സഹായത്തോടു കൂടി, ശുചിത്വ സമിതികളുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ ആ വൃത്തിയുള്ള നഗരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനം ഈ കാലഘട്ടത്തിനകത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണ്. പല ആളുകളും ആരോപണം ഉന്നയിക്കുന്ന SMS-ലൂടെ ഇവിടെ നഗരസഭയ്ക്ക് അവാർഡുകൾ വാങ്ങി എന്നുള്ളതാണ്. നമ്മൾ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ, അത് ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായി കുടുംബശ്രീയുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവർക്കിടയിലുള്ള ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച കുടുംബശ്രീയുടെ പ്രവർത്തനം
വടക്കാഞ്ചേരി നഗരസഭയിൽ 2 CDSകളുമായി ഏകദേശം 600-ൽ കൂടുതൽ അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരുടെ ഇടയിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന രീതിയിൽ സാധ്യത അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അവിടെ റോഡുകളുടെ ഗതാഗതയോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നല്ലതുപോലെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിനകത്തെ 2ാമത്തെ നഗരസഭയായി തുടർച്ചയായി 3 വർഷം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിക്കുന്ന അങ്ങനെയാണ്. സ്വരാജ് ട്രോഫി ലഭിക്കുന്ന അങ്ങനെയാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ വരുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. 1ാം സ്ഥാനത്തേക്ക് വടക്കാഞ്ചേരി നഗരസഭ എത്തുന്നു. ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് കേരള ഗവൺമെൻറ് അംഗീകാരം തരുമ്പോൾ ആ അംഗീകാരത്തെ ചെറുതായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ആ ഒരു വിഭാഗം രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനങ്ങൾ അംഗീകരിച്ചതിന് ശേഷവും ഈ രീതിയിലുള്ള ഒരു വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല, കുശുമ്പിൻ്റെ ഭാഗമായിട്ടാണ്. ആ കുശുമ്പ് തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നല്ലതുപോലെ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണ്. അതിന് MLAയുടെ സഹായമുണ്ട്, MP-യുടെ സഹായങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സഹായങ്ങളുണ്ട്, അകമഴിഞ്ഞ സഹായങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒട്ടേറെ ഗുണം ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭയിലെ ഇനി വാസസ്ഥലമില്ലാത്ത ആളുകളുടെ പ്രശ്നമുണ്ട്. ആ വാസസ്ഥലമില്ലാത്ത ആളുകളുടെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ലഭിച്ച ഭൂമികളുണ്ട്. ആ ഭൂമികളെ ആകെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഫ്ലാറ്റുകളോ സമുച്ചയങ്ങളോ നിർമ്മിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, വടക്കാഞ്ചേരി നഗരസഭയിൽ 1750 വീട് നിർമ്മിച്ചു കൊടുത്തതിൽ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ലാതെ പാവപ്പെട്ട അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളെ ഏറ്റവും സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയൊക്കെ തന്നെ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് വീണ്ടും 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വടക്കാഞ്ചേരി നഗരസഭയിൽ കൈവന്നിരിക്കുന്നത്. ആ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ ചെയ്ത പ്രവർത്തനങ്ങളാകെ ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അത് MLAയുടെ സഹായത്തോടുകൂടി വടക്കാഞ്ചേരിയിലെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗ്രൗണ്ടുകളുടെ പ്രവർത്തനം, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട്, ഒരുപാട് അപവാദ അസത്യങ്ങൾ വ്യാജപ്രചരണങ്ങൾ നടത്തിയിട്ട് പോലും അത് 12 മാസവും അവിടെ കളിക്കാൻ കഴിയാവുന്ന രീതിയിലൊരു കളിക്കളമായി അവിടെ മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പുറത്ത് ഓട്ടുപാറ മ്രാനൂരിലെ നമ്മുടെ ഗ്രൗണ്ട് അവിടെയും ഈ നിലവാരത്തിൽ ഉയരാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം കളിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുകയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ സഹായം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം MLA C. സേവ്യർ ചെറ്റിലപ്പള്ളിയുടെ വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞൊഴിയിലല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. വിശ്വാസമുള്ള ഭരണസമിതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി എന്നുള്ളത് എല്ലാ മത തീവ്രവാദ മൗലികവാദികളുടെയൊക്കെ തന്നെ പിന്തുണ ഉണ്ടായിട്ട് പോലും അത്തരം രീതിയിലുള്ള ശക്തികൾക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, സത്യസന്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മുന്നണിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് ജാതിമത ശക്തികളും
വർഗീയ ശക്തികളുടെയൊക്കെ തന്നെ ഇടപെടലുണ്ടെങ്കിലും അത്തരം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അത് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാവുന്ന മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങൾ തുടരുന്ന വികസന പാത കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ പാവപ്പെട്ടവരെ കണ്ടെത്താൻ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലാണ് അതിദരിദ്ര വിമുക്ത അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് വടക്കാഞ്ചേരിയിലാണ്, അതിൻ്റെ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് വടക്കാഞ്ചേരിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയായിട്ട് വടക്കാഞ്ചേരിയിൽ നിന്ന് തുടങ്ങി കേരളത്തിലാകെ വ്യാപിച്ച് ഇപ്പോൾ നവകേരളം അതിദരിദ്ര വിമുക്ത നാടായി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാണ് വടക്കാഞ്ചേരി നഗരസഭ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭ. ഞങ്ങളിതൊക്കെ തന്നെ ജനങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റിദ്ധാരണയിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിലുള്ള പല പ്രചരണങ്ങളും നടത്തിയിട്ട് പോലും വീണ്ടും ശക്തിയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന, നാടിനെ അംഗീകരിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ ഭരണസമിതിയെയും പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തുടർ ഭരണ സാധ്യത വടക്കാഞ്ചേരി നഗരസഭയിൽ ഉണ്ടായത്. അത് ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഭൂരിപക്ഷങ്ങളും ജനകീയ പിന്തുണയും അവരുടെ കൂടുതൽ വിനയത്തോടുകൂടി തലകുനിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ അവരെ യജമാനന്മാരായി കണ്ടുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒരു പ്രാദേശിക സർക്കാർ എന്ന രീതിയിൽ വടക്കാഞ്ചേരി നഗരസഭ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നല്ല ഭരണം നടത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് തന്ന ഈ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുക തന്നെയാണ്. പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക, അർഹരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക. അതിൽ ഏറ്റവും പ്രധാനമായും വടക്കാഞ്ചേരി നഗരസഭയിൽ അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായി വീടില്ലാത്തവർക്ക് വീടുണ്ടാവുക എന്നത്. അത് ഓരോ ഗുണഭോക്താക്കളെയും നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് ലഭിക്കുമ്പോൾ അവരുടെ സന്തോഷം ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറുകയാണ്. അത് അവരെ സ്വന്തം മക്കളെ പോലെ, സ്വന്തം മകനെ പോലെയൊക്കെ തന്നെ കണ്ട ഒട്ടനവധി ആളുകളുണ്ട്, സഹോദരനായി കണ്ട ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ കണ്ണുനീര്, അവരുടെയൊക്കെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളൊക്കെ തന്നെ നമ്മളോട് നേരിട്ട് പറയുമ്പോൾ അപ്പോൾ അത് എൻ്റെയും കൂടി വിഷമമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു സ്ഥിതി പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇനിയും തുടരും എന്നുള്ള അഭിപ്രായമാണ് പറയാൻ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വിഷമമൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മടിയിൽ കനമുള്ളവനാണ് പിണറായി പറഞ്ഞ പോലെ വിഷമമുണ്ടാവുള്ളൂ. നമുക്ക് മടിയിൽ കനമൊന്നുമില്ല. നാട്ടിലെ ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ, നാട്ടിലെ ജനങ്ങളുടെ വികസനങ്ങൾ, ആ വികസനങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണസമിതി എന്ന രീതിയിൽ നമുക്ക് ഏത് ആരോപണം വന്നാലും ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളയാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ആവശ്യമായിട്ടുള്ള സംവിധാനം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതുകൊണ്ട് അത്തരം രീതിയിലുള്ള മാനസിക വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാജപ്രചരണങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് അവർക്കും നല്ലതുപോലെ ബോധ്യമായിട്ടുണ്ട്. ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഏകദേശം 100-100ഓളം വരുന്ന മീറ്റിങ്ങുകൾ, കൗൺസിൽ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ആ യോഗത്തിലൊന്നും പോലും, ഒരു യോഗത്തിൽ പോലും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണ നാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒന്നും അവരുടെ ഭാഗത്ത് യാതൊരുവിധ അത്തൻ്റെ ഇതിലുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിട്ടില്ല. എല്ലാം വിവാദമാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക
എന്ന നിലപാടാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പ്രതിരോധിക്കാനും അതിനൊക്കെ തന്നെ തൃണവൽക്കരിക്കാനും ആവശ്യമായിട്ടുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുകയാണ് ചെയ്യുക. ലോകത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്സവമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിന് വടക്കാഞ്ചേരി നഗരസഭയുടെ അതോടൊപ്പം തന്നെ എനി ടൈം പ്രേക്ഷകർക്കും വടക്കാഞ്ചേരി നഗരസഭയുടെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.